ആ തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർച്ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞിടിനാ വാനമിന്നിതാ ചിരിക്കുന്നു, പാലൊളിച്ചിതറുന്നു. മുൾച്ചെടിത്തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ടാ ചെറുപ്പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു, മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുബങ്ങൾ. മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും, മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും. ആരെല്ലാം ഗുരുനാഥ, ആരെല്ലാം ഗുരുനാഥ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നോ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥി നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാന്യരായ എൻ്റെ ഗുരുനാഥന്മാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, എൻ്റെ പഴയ കലാലയത്തിൽ ഒരു വിശിഷ്ടാതിഥിയായി വരാനും ഇവിടെ ഈ വേദിയിൽ നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. ഞാനൊരു കലാകാരനായി മാറി ഈ വേദി വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ ഓർത്തു പോവുകയാണ് ഞാൻ പഠിച്ചിരുന്ന ആ കാലഘട്ടം. അന്ന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു.
ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് മാറി. യാത്രാ സൗകര്യത്തിന് പുറമെ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വരെ ഇന്ന് ലഭ്യമാണ്. നിങ്ങൾ ഓർത്തു നോക്കണം, ഈ വിദ്യാലയത്തിലും ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും ഞാൻ വേദനയോട് പറയട്ടെ, ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ടായിട്ടും ഈ തലമുറ, നമ്മുടെ സഹപാഠികളിൽ ചിലർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പുറകെ പോകുന്നത് വരും തലമുറയെ അക്രമത്തിൻ്റെയും അനീതിയുടെയും പാതയിലേക്ക് നയിക്കുമെന്ന യാഥാർത്ഥ്യം എന്നെ ഭയപ്പെടുത്തുകയാണ്. ഞാൻ എന്തിനീ വേദിയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നായിരിക്കും നിങ്ങളിൽ ചിലരുടെ ധാരണ. ഞാൻ പറയുന്നത് 100% ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പൊരുൾ മറ്റൊന്നുമല്ല, എൻ്റെ അനുജനെക്കുറിച്ചാണ്. ഞങ്ങൾക്കിടയിൽ കളിയും ചിരിയും കുസൃതിയുമായി നടന്നിരുന്നവൻ ഇന്ന് തീർത്തും ഒരു ഭ്രാന്തനെ പോലെയാണ്. എന്നെ തുറന്നുവിടമ്മേ, തുറന്നുവിട്, എനിക്ക് പുറത്തു പോകണം, എന്നെ തുറന്നുവിട്. ഈ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചത് ചെറുപ്പം മുതലെയുള്ള അവൻ്റെ ദുശ്ശീലങ്ങളായിരുന്നു. Good morning, teacher. Sit down, sit down. One, 2, 3, 4, 5. 5. എന്താ ഇത്ര വൈകിയത്? ചോദിച്ചു കേട്ടില്ലേ? എന്താ ഇത്ര വൈകിയതെന്ന്? നിനക്കിത് സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് ക്ലാസ് കയറിയാൽ മതി. അല്ല സുധീഷ്, നീ ഇപ്പൊ അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോയത്? ഇന്നെന്താ ക്ലാസ്സിൽ കയറുന്നില്ലേ? ഇല്ല, വൈകിയത് കൊണ്ട് പുറത്താക്കി. എങ്ങനെ പുറത്താക്കാതിരിക്കും? നേരത്തെ വന്നാലും ഇതിലെല്ലാം ചുറ്റിക്കറങ്ങി ബെല്ലടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ നീയൊക്കെ ക്ലാസ്സിൽ കയറത്തുള്ളൂ. അത് വിടെ, ഒരു പാൻപര ഇങ്ങെടുക്ക്. ഇത്ര ചെറുപ്പത്തിലെ ഇതൊക്കെ അടിച്ചു കയറ്റിയ തന്റെ കൂമ്പ് വാടുവടേ. അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. എന്റെ കർത്താവേ, 7ാം തരത്തിലെ ഇവന്റെയൊക്കെ അവസ്ഥ ഇതാ. ഇനി കോളേജിൽ എത്തുമ്പോഴത്തേക്കുള്ള ഇവന്റെയൊക്കെ സ്ഥിതി എന്താവും? ക്ലാസ് കട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്കൊരു പടത്തിന് പോയാലോ? വേണ്ടടാ, പടം പോറാ, ഞാൻ കണ്ടു. അതിനിവിടെ ഒരു തിയേറ്റർ മാത്രമല്ലല്ലോ, വേറെ ഉണ്ടല്ലോ. പടത്തിന് പോണോ വേണ്ടെന്നൊക്കെ നമുക്ക് സുധീഷിനെ കണ്ടിട്ട് തീരുമാനിക്കാം. ചിക്കിളി വേണ്ടടാ. അതിനിപ്പോ നമ്മൾ അവനെവിടെ പോയി തപ്പും? ആ പാർക്കിൽ എവിടെയെങ്കിലും പോയിരിക്കുന്നുണ്ടാവും, നമുക്ക് നോക്കാം. കാശ് എത്ര വേണേലും ഇവളോട് ചോദിച്ചാൽ മതി. ഇവളുടെ അച്ഛൻ പൂത്ത കാശുകാരനാ. മോളെ ഒരു 100 രൂപ വരുമോ? പോടാ പട്ടി. അതെന്നെയല്ലേടാ, നിന്നെയാ. അതെ അതെ, നിനക്ക് നാണല്ലടാ. ഡെയിലി ഒരു 10 പേരുടെ തെറിയും കേൾക്കാതെ നിനക്ക് ഉറക്കം വരില്ലേ? എടാ ഇന്ന് സുധീഷിനെ കണ്ടില്ലല്ലോ, അവന്റെ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്നാ നീ തന്നെ വിളിച്ചു നോക്ക്. എടാ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ സുധീഷേ, നീ എവിടെയാ? ഞാൻ ക്യാൻറ്റീനിലുണ്ട്. ഓ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ. അവൻ ക്യാൻറ്റീനിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ഹായ് സുധീഷ്. എടാ സുധീഷേ, എന്താ ഇന്ന് പരിപാടി? എന്താണെങ്കിലും പെട്ടെന്ന് നോക്കണം. നമുക്കൊരു ഹാഫ് എടുത്തടിച്ചാലോ? ഹാഫ് എന്തിനാടാ, മണപ്പിക്കാനോ? നമുക്കൊരു ഫുള്ള് വാങ്ങാം. ഇന്ന് വെള്ളടി വേണ്ട, നമുക്ക് മറ്റെന്തേലും ആക്കാം. അതെന്താടാ വെള്ളമടി വേണ്ടാത്തെ? മറ്റേ പാർട്ടി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതേടാ, ഇങ്ങനെയൊക്കെയോ വളഞ്ഞു കിട്ടിയതാ.
കാണാതെ പറ്റില്ല. ഇങ്ങനെ വിട്ടാൽ അവൾ ഇവനെ നന്നാക്കിയെടുക്കുന്ന ലക്ഷണമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്റെ മെമ്പർഷിപ്പ് കട്ടാക്കേണ്ടി വരും മോനെ. നന്നാവാൻ വിചാരിച്ചവരാരും നമ്മുടെ ടീമിൽ വേണ്ട. അതുകൊണ്ട് നീ ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടണോ അവളുടെ കൂടെ പോണോ? ഏതായാലും ഞങ്ങൾ കൂടാൻ തീരുമാനിച്ചു. വേടാ. അവൻ്റെ ഒരു പ്രേമവും മണ്ണാങ്കട്ടെ പോലെയൊക്കെ. രാഹുൽ, രാഹുൽ, എന്താന്ന് തനിച്ച്? വാന്റെ എവിടെ? എന്താ ഇത്രയും ദേഷ്യം? എവിടെ കൂട്ടുകാരൊക്കെ എവിടെ? അവരൊക്കെ പോയി. എങ്ങോട്ട്? ഒക്കെ നീ കാരണ. ഞാൻ കാരണോ? അതെ, നിന്റെ ഉപദേശം കേട്ട് ഞാൻ നന്നാവുകയാണ്. നന്നാവുന്നവർ അവർക്ക് വേണ്ടെന്നാ പറഞ്ഞത്. ഇത്രയുള്ള കാര്യം. നീ വാ, അതിനുള്ള പോംവഴി ഞാൻ പറഞ്ഞുതരാം. അവരെ തെറ്റിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നന്നാക്കണം. അവര് നന്നാവണമെങ്കിൽ ആദ്യം സുധീഷ് നന്നാവണം. അച്ഛനമ്മ വിചാരിച്ച് നന്നാത്തവനാ കൂട്ടുകാരെ വിചാരിച്ച് നന്നാവുന്ന. അവിടെ രാഹുലിനെ തെറ്റി. വീട്ടുകാർക്കറിയാത്ത പല രഹസ്യങ്ങളും രാഹുലിനെ അവരെ കുറിച്ച് അറിയില്ലേ? പലതിനും നിങ്ങൾ കൂട്ടുന്നിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോ സുധീഷിനെ ഉപദേശിക്കുന്നതിന് മുമ്പ് മുനീറിനെ ഹാരിസിനെയൊക്കെ നന്നാക്കാൻ നോക്ക്. എന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് സുധീഷിനെ സാവധാനം നന്നാക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്താണെങ്കിലും പറയാനല്ലോ ഞാൻ പറഞ്ഞു. ഇനിയൊക്കെ രാഹുലിന്റെ ഇഷ്ടം. എന്തായി? സാധനമുണ്ട്, കുറച്ച് കൂടിയനാ. അത് കുഴപ്പമില്ല. താൻ സാധനം എന്താണെന്ന് പറ. പെത്തടി എടുക്ക്. ഒറിജിനൽ അല്ലേ? ഹാരിസ്, അത് കൊടുക്ക്. റെഡിയല്ലേ? റെഡിയാ, കാണാം.
എന്തായടാ നിന്റെ മറ്റവള്? എന്താടാ അവള് ഉപേക്ഷിച്ചോ? അതോ കൃത്യസമയത്ത് ഇവന്റെ ഡോസ് കിട്ടാതായപ്പം ഞങ്ങളെ തേടി വന്നോ? അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു നീ ഞങ്ങളെ തേടി വരുമെന്ന്. അതൊരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ ഇവന്റെ കൂട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഡ്രഗ്സ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സ്വീറ്റ് ഫ്രണ്ട്. ആ മൊബൈലും എടുക്ക്. എനിക്കിപ്പോ വേണം. ആരെ? അവളെയോ? അല്ല, നമ്മളൊന്നും ഉപയോഗിച്ചില്ലേ? പെട്ടടിയില്. എനിക്കിപ്പോ വേണം. അല്ലെങ്കിൽ എനിക്കിപ്പോ ഭ്രാന്ത് പിടിക്കും. അതിനിപ്പോ എന്ത് ചെയ്യാനാ? ഒത്തിരി പണം വേണം. ഞാൻ അന്നേ പറഞ്ഞതാ സാധാരണ യൂസ് ചെയ്ത് മതിയൊന്ന്, മറ്റൊന്നും വേണ്ടാന്ന്. അന്ന് പറഞ്ഞു നിൽക്കാൻ നേരമില്ല. എനിക്കിപ്പോ കേട്ടോ. ജോണി, നീ പറഞ്ഞത് മാറി കേട്ടോടാ. വാടാ. അയ്യോ മാല പൊട്ടിച്ചു ഓടി. ആ സുധീഷ് തന്നെയാ. മിസ്റ്റർ വർമ്മ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ കോളേജിലെ പ്രിൻസിപ്പളാ. അതുകൊണ്ട് തന്നെയാ ഇത്രയ്ക്കും സ്ട്രോങ് ആയ ഡിസിഷൻ എടുത്തത്. അങ്ങനെ 100% പറഞ്ഞു കഴിയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ കുട്ടികൾ ഇത്രത്തോളം എത്തിയിട്ടും നിങ്ങൾ രക്ഷിതാക്കളെ അറിയിച്ചില്ല എന്നത് നിങ്ങളുടെ ഭാഗത്ത് വലിയ തെറ്റ് തന്നെയാണ്. മിസ്റ്റർ വർമ്മ, കോളേജ് കോമ്പൗണ്ടിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയാൻ സാധിക്കില്ല. അതുപോലെ നിയന്ത്രിക്കാനും സാധിക്കില്ല. കുട്ടികൾ കോളേജ് സമയം കഴിഞ്ഞ് ഏറെ വഴുകി വീട്ടിൽ വന്ന് കയറുമ്പോഴും അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ടോ എവിടെയായിരുന്നെന്ന്? ഇവിടം വിട്ടിറങ്ങിയാൽ ബീച്ചിലും പാർക്കിലും ബാറിലുമായി അവർ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഇതിന് വേണ്ട പോക്കറ്റ് മണികൾ നിങ്ങൾ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. അത് തികയാതെ വരുമ്പോഴാണ് മാല പൊട്ടിക്കുന്നതും പിടിച്ചു പറിക്കുന്നതും. വർമ്മയ്ക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാ? ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ഇവനെക്കുറിച്ച്. എല്ലാം പോയി. വാടാ. കൂടുതൽ സ്നേഹം തന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്.
മിസ്റ്റർ വർമ്മ, 1 മിനിറ്റ്. എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. പറയുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ മകൻ നോർമലായ ഒരാളുടെ അവസ്ഥയിലല്ല ഇവിടെ പെരുമാറിയത്. അവൻ്റെ ചെയ്തികൾ തീർത്തും ഒരു ഭ്രാന്തൻ്റെ അവസ്ഥയിലായിരുന്നു. ഡ്രഗ്സിൻ്റെ സ്ഥിരമായ യൂസിങ്. ഒരുപക്ഷെ അവൻ വഴിയില്ല, എന്നാലും അവനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് വളരെ നന്നായിരിക്കും. എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട്. യെസ്, കം, ഇരിക്കൂ. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ആ പറഞ്ഞ കുട്ടിയുടെ ഡ്രഗ് അഡിക്റ്റ് ആയ Yes, കുട്ടിയുടെ yes. ഫാദർ അല്ലേ? എന്താ പേര് പറഞ്ഞത്? വർമ്മ. മിസ്റ്റർ വർമ്മ, എന്താണ് സംഭവിച്ചത്? ഒന്ന് ചുരുക്കി പറയൂ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അവനെ വളരെ ലാളിച്ചാണ് വളർത്തിയത്. അവൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും നോ എന്ന് പറഞ്ഞിട്ടില്ല. വളരെ ചെറുതാവുമ്പോൾ തന്നെ പുകവലിയും മറ്റും അവനിൽ കണ്ടിരുന്നു. പക്ഷേ വിഷമിക്കൊന്നും സങ്കടം വരുമെന്നും കരുതി അവനെ ശാസിച്ചിട്ടില്ല. അതവനെ കൂടുതൽ ചീത്തയാക്കുമെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ. എസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിസ്റ്റർ വർമ്മ, കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം വീട്ടിലെ സിറ്റുവേഷൻ തന്നെയാണ്. വീട്ടിലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജീവിത രീതികൾ, അതിൻ്റെ ഫലമായി എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യമില്ല തുടങ്ങിയിട്ടുള്ള തോന്നലുകൾ. ഇതിനു പുറമെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഹപാഠികളിൽ നിന്നും അയൽപ്പക്കത്തെ സമപ്രായക്കാരായ കുട്ടികളിൽ നിന്നും ചെലുത്തപ്പെടുന്ന സ്വാധീനം, അനിയന്ത്രിതമായി കിട്ടുന്ന പോക്കറ്റ് മണി, ഇതൊക്കെ കുട്ടികളുടെ ഇത്തരം ദുർഗതിക്ക് നിമിത്തമായി തീരാറുണ്ട്. ചിലരെ ഈ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. പക്ഷെ എല്ലാവരെയും അങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ മകൻ്റെ കണ്ടീഷൻ അനുസരിച്ച് കൗൺസിലിങ്ങോ സൈക്കോ തെറാപ്പിയോ ഹിപ്നോതെറാപ്പിയോ കൊണ്ട് അത്ര വലിയ ഗുണമൊന്നും ഇപ്പോൾ കിട്ടൂല. ഒരു റിഹാബിലിറ്റേഷൻ തെറാപ്പിയും കുറച്ച് മെഡിക്കേഷനും ആവശ്യമായി വരുന്നുണ്ട്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പരിധിവരെ ഇതിന് മാറ്റം വരുത്താൻ കഴിയും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്.
അകത്തേക്ക് വാ. ഡാഡി, സുധീഷ് മുകളിലുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവനിപ്പോൾ നിങ്ങളുടെ പഴയ സുധീഷല്ല. ചില ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ അവനെ പഴയ സുധീഷായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. അല്ലാത്തപ്പോഴെല്ലാം അവൻ ഭ്രാന്തനാണ്. നിങ്ങൾക്ക് അവനെ കാണാം. ജനൽ തുറന്നിട്ടിട്ടുണ്ട്. അതിലൂടെ മാത്രം നിങ്ങളെ അവൻ തിരിച്ചറിയണമെന്നില്ല. സുധീഷ, സുധീഷ്, സുധീഷ് കൈന്ന് വിട്. സുധീഷ്, സുധീഷ, സുധീഷ, സുധീഷ്, സുധീഷ് വിടാൻ. സുധീഷ് കൈന്ന് വിട്. സുധീഷ്, സുധീഷ് കൈന്ന് വിട്. സുധീഷ് നന്നായിട്ട് പറഞ്ഞോ? അയ്യോ, ഏയ് അതൊന്നും സാറില്ല. നമ്മുടെ സുധീഷല്ലേ, അവനിങ്ങനെ ആയതില്ല എനിക്ക് വിഷമം. അച്ഛൻ കരയാണെന്ന് തോന്നുന്നു. അച്ഛൻ കരയാണോ? കരയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ കരയും? എന്റെ മോനാ അതിനകത്ത് കിടക്കുന്നത്. കയ്യാ വളരണേ, കാലാ വളരണേ എന്ന് നോക്കി വളർത്തിയതാ ഞാൻ. നല്ലവണ്ണം പഠിപ്പിക്കണം, ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. നിങ്ങളൊക്കെ കൂടി അവരെ. അല്ല, നിങ്ങളെന്തിനാ കുറ്റം പറയണ? അവനാണല്ലോ നിങ്ങളെ കേടുവരുത്തിയത്. അച്ഛാ, അമ്മയില്ല ഇവിടെ? അമ്മ താഴെയുണ്ട്. ജീവനുണ്ടോ മരിച്ചോ എന്നറിയില്ല. 4-5 ദിവസമായി ജലപാനം കഴിച്ചിട്ട്. വാ, കാണിച്ചു തരാം. ആരാത്? എന്തിനാ വന്നേ? എന്റെ മോനെ കണ്ടോ? കണ്ടില്ലല്ലേ? വരും, ഇപ്പൊ വരും, വരും, ഇപ്പൊ വരും, വരും, ഇപ്പൊ വരും, വരും, ഇപ്പൊ വരും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവൾക്കാണോ ഭ്രാന്ത്, അതോ അവനോ എനിക്കോ?
മക്കള് പോയിക്കോ. നിങ്ങളിൽ എത്ര പേർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ അവസ്ഥ നിങ്ങളിൽ ആർക്കും വരാം. അതുകൊണ്ട് ഇതൊരിക്കലും ഉപയോഗിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യാൻ എത്ര പേർ തയ്യാറാണ്? തയ്യാറുള്ളവർ സധൈര്യം മുന്നോട്ട് വരിക. വെൽക്കം. യു ഗുഡ് നൈറ്റ് പ്ലീസ്. ഷാഹുൽ ഹമീദ്. ഷാഹുൽ, വെരി ഗുഡ്. ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃകയാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ നമ്മളൊരു ദൃഢപ്രതിജ്ഞ എടുക്കാൻ പോകുന്നു. എന്താ, റെഡിയല്ലേ? റെഡി. നിങ്ങൾ റെഡിയല്ലേ? കമോൺ, അവർക്ക് വേണ്ടി നീ തന്നെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ആരാധ്യനായ വിശിഷ്ടാതിഥി സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മോട് പറഞ്ഞ വിഷയം നിങ്ങളെപ്പോലെ തന്നെ എന്നെയും വളരെയധികം ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. അവസരോചിതമായി അദ്ദേഹം നമ്മളുമായി പങ്കിട്ട അനുഭവം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അതുകൊണ്ട് നാം ഇതാ ഈ വേദിയിൽ പ്രതിജ്ഞയെടുക്കുന്നു. ഞങ്ങളിതാ ദൃഢപ്രതിജ്ഞയെടുക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി ഉൽപ്പന്നങ്ങൾക്കും ഞങ്ങളിലാരും അടിമപ്പെടില്ലെന്നും ഈ കലാലയത്തിൽ ആരെയും അതിന് അനുവദിക്കുകയില്ലെന്നും നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾ